നമസ്കാരം. പാറശാല ഷാരോൺ രാജ് കൊലപാതക കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രതി അതിക്രൂരമായ കൊലപാതകമാണ് നടത്തിയതെന്ന് നെയ്യാറ്റിൻകര കോടതി നിരീക്ഷിച്ചു. കൊലപാതകത്തിലെ ക്രൂരത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിധി കേട്ട് ഷാരോണിന്റെ കുടുംബം തൊഴുകൈയോടെ കോടതിക്ക് നന്ദി പറഞ്ഞു. എല്ലാം നിർവികാരതയോടെയാണ് ഗ്രീഷ്മ കേട്ടുനിന്നത്. ഈ വിധിയുടെ ന്യായാന്യായങ്ങൾ പരിശോധിക്കുന്നു. വരുന്ന ഒരു മണിക്കൂറിൽ എന്നോടൊപ്പം ഷിമോൺ രാജ് ഷാരോണിന്റെ സഹോദരനാണ്. സജിൻ ഷാരോണിന്റെ സുഹൃത്താണ്. എസ് വിനീത് കുമാർ ഈ കേസിലെ പ്രോസിക്യൂട്ടറാണ്. ബി.എൻ. ഹസ്കർ അഭിഭാഷകൻ, ദിനു വെയിൽ ആക്ടിവിസ്റ്റ് എന്നിവർ. ആദ്യം ശ്രീ ഷിമോൺ രാജ്, സഹോദരന്റെ കൊലപാതകത്തിൽ നീതി കിട്ടാൻ താങ്കൾ നടത്തിയ ശ്രമം ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. ഏത് കഷായം എന്ന് തുടങ്ങിയ സംശയം ഒടുവിലെത്തി നിന്നത് അതിക്രൂരമായ ഒരു കൊലപാതകത്തിലാണ്. ഈ കേസിൽ വധശിക്ഷ കിട്ടും എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഷിമോൺ പ്രതീക്ഷിച്ചിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതീക്ഷ അത് തന്നെയായിരുന്നു. വധശിക്ഷ കിട്ടണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ആ ഒരു വാദത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ സാർ വിനീത് കുമാർ സാറും സെയിം തന്നെയായിരുന്നു വാദിച്ചിരുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു ആക്ച്വലി ആ വാദം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പോയിൻറ്റ്സ് എല്ലാം സാറ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഞങ്ങൾ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന പോലെ തന്നെയായിരുന്നു ഇന്ന് വന്നിരിക്കുന്ന ശിക്ഷയും. അതിൽ പൂർണ്ണമായിട്ടുള്ളൊരു തൃപ്തരാണ് ഞങ്ങൾ. സന്തോഷമുണ്ട്, ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട് ആ ഒരു ശിക്ഷ വന്നതിൽ. ഒരുപാട് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു, ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം മരണമൊഴി ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ളത് ഡിജിറ്റൽ തെളിവുകളും അതുപോലെ ഫിസിക്കൽ എവിഡൻസായി ആ വിഷത്തിന്റെ കുപ്പിയുമാണ് ഉണ്ടായിരുന്നത്. മെഡിക്കൽ തെളിവ് സ്വാഭാവികമായും ഉണ്ട്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പല വാദങ്ങൾ സ്വാഭാവികമായും വരാമല്ലോ. അതിനെയൊക്കെ അതിജീവിച്ച് കേസ് വിജയത്തിലേക്ക് എത്തുമ്പോൾ ആരോടാണ് നന്ദി പറയാനുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും എല്ലാവരുടെ അടുത്തും നന്ദി പറയണമെന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അത്രയും മാത്രമായിരുന്നു സാറിൻ്റെ സപ്പോർട്ടിങ് നമ്മളുമായിട്ടുള്ള. അപ്പോൾ സാറായിരുന്നു കേസിൻ്റെ ഞങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാം. പിന്നെ അതുപോലെ ഞങ്ങൾ അന്വേഷണ ടീം, എൻ്റെ ഒരു ടീമിനും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അത്രയ്ക്കും മാത്രം അവർ എഫോർട്ട് ഇട്ടിട്ട് അത്രമാത്രം എവിഡൻസ് കളക്ട് ചെയ്തിരുന്നു. അത്രയും എഫോർട്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഈ രീതിയിലെത്തിയത്. പിന്നെ ആ ഇനിഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾ സഹായിച്ച ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും, അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടന്നതും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. കൂടാതെ മീഡിയാസിനും വളരെയധികം നന്ദിയുണ്ട്. കാരണം മീഡിയാസിൻ്റെ ഒരു സപ്പോർട്ട് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഈ കേസിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ്, ഈ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും തന്നെയാണ് ഈ കേസ് ഈ ഒരു രീതിയിൽ വന്നതും ഇപ്പോൾ ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റ് കിട്ടാനും ഇടയായത്. യെസ്, തുടരണം ദയവായി. ശ്രീ സജിൻ, താങ്കൾ അന്ന് ആ ദുരന്തം നടന്ന ദിവസം ഷാരോണിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയ ആളാണ്. തിരിച്ചു വന്നതും താങ്കളുടെ കൂടെയാണ്. തിരിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു ഷാരോൺ. അതിൽ തന്നെ പച്ച നിറം കണ്ടിരുന്നു. താങ്കൾ പറഞ്ഞതും താങ്കൾ ഈ കണ്ട കാഴ്ചയും താങ്കളുടെ സാക്ഷിമൊഴിയും ഈ കേസിൽ നിർണായകമായി. ആ ദിവസത്തെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? സാർ, അത് എൻ്റെ ഫ്രണ്ടായ രജിനാണ് കൂടെ പോയത്. രജിനാണ്, ഞാൻ ചേട്ടൻ്റെ കസിനാണ്. എൻ്റെ പേര് സജിൻ എന്നാണ്. രജിനാണ് കൂടെ പോയത്. അത് ഞാൻ ഈ കേസിൽ മൂന്നാമത്തെ സാക്ഷിയാണ്. ഈ സജിൻ പറഞ്ഞ സാക്ഷിമൊഴി ഹോസ്പിറ്റലുണ്ടായിരുന്നപ്പോൾ ഗ്രീഷ്മേനെ കോണ്ടാക്ട് ചെയ്യുന്നതും പിന്നെ രജിനെ കോണ്ടാക്ട് ചെയ്തത് ഞാനാണ്. നിങ്ങൾക്ക് ആദ്യം തോന്നിയത് ചില സംശയങ്ങളാണല്ലോ. ആ സംശയങ്ങളാണ് ഒരു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ക്രൈമിലേക്ക് വന്നത്. അതെ, പറഞ്ഞോളൂ. അതെ, അതായത് ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിരുന്നു എന്തോ വിഷാംശം ഉള്ളിൽ പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതിനനുസരിച്ച് ഞാൻ രജിനെ വിളിക്കുകയുണ്ടായി. രജിനാണ് എന്നോട് പറഞ്ഞത് ഇന്നതുപോലെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് കഷായം കുടിച്ചുവെന്നും വൊമിറ്റ് ചെയ്ത കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. സോ ഞാൻ അപ്പം തന്നെ ഗ്രീഷ്മേനെ വിളിക്കുകയുണ്ടായി. സോ ഗ്രീഷ്മ എന്നോട് ഈ കാര്യങ്ങളാണ് ആവർത്തിച്ചത്. സോ ഞാൻ ഉടനെ തന്നെ ഞാൻ ഷിമോൺ ചേട്ടനെ അറിയിക്കുകയും പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡോക്ടേഴ്സിനെ അറിയിക്കുകയും പിന്നെയാണ് ഡോക്ടേഴ്സ് ഈ കാര്യങ്ങൾ അറിയുന്നതും പോലീസുകാർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതും. അല്ല, ഇന്നിപ്പോൾ കോടതി തന്നെയും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട്.
സജിൻ, ഈ ഷാരോൺ ഒരു ഘട്ടത്തിലും ഗ്രീഷ്മ എന്നെ അപായപ്പെടുത്തി എന്ന് ചിന്തിച്ചില്ലേ? അതോ ഗ്രീഷ്മ പ്രതിയാവണ്ട, കുറ്റക്കാരിയാവണ്ട, രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു മറച്ചു വെച്ചോ? ഏതാണ് സംഭവിച്ചത്? സംഭവിച്ചത് ചേട്ടന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന്. കാരണം ഗ്രീഷ്മ സ്നേഹത്തിലാണ് ചേട്ടന് വിഷം നൽകിയത്. ചേട്ടനത് മനസ്സിലായില്ല. അവസാനം ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് വലിയച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. സോ ചേട്ടൻ അവസാന നിമിഷവും ചേട്ടൻ അറിയില്ല ഗ്രീഷ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ആശുപത്രിയിലൊക്കെ ആദ്യ ദിവസങ്ങളിൽ കിടക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ആകും എന്നാണ് വിചാരിച്ചത്. അതെ, അവിടെ നിന്ന് ഫ്രൂട്ട് കുടിച്ചു എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നല്ലോ. പക്ഷേ പിന്നീടാണ് ചേട്ടന് അവസാന സമയങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടന് മനസ്സിലായത്. ഇങ്ങനെ ഇപ്പോൾ കഷായം കൊടുത്തു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഒരു റേഡിയോളജിസ്റ്റാണ്. സോ ചേട്ടൻ ഈ ഡയാലിസിസ് നടക്കുന്നതും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചേട്ടൻ അവസാന നിമിഷങ്ങളിലാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. അത് അതിൻ്റെ കുറ്റബോധം കാരണമാണ് വലിയച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ ഒപ്പം ഉണ്ടായിരുന്നോ? സജിൻ ഒപ്പം ഉണ്ടായിരുന്നോ? അതെ അതെ, ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഗ്രീഷ്മയുമായി സംസാരമൊക്കെ ഉണ്ടോ ഫോണിലൂടെ? ഞാൻ 14-ാം തീയതി ഹോസ്പിറ്റലിൽ പോയപ്പോൾ മുതലേ ഉണ്ടായിരുന്നു. അതെ അതെ, ഗ്രീഷ്മയും ഞാനും തമ്മിൽ അല്ലാതെ എനിക്കറിയാം. 1 വർഷമായിട്ട് ചേട്ടൻ്റെ റിലേഷനിൽ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം. ഇവരുടെ റിലേഷനെ കുറിച്ചായാലും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇവർ ഒരുമിച്ച് പോകുന്നതും എല്ലാം ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വരാം. ശ്രീ VS വിനീത് കുമാർ, അപ്പോൾ പ്രോസിക്യൂഷന് വലിയ വിജയമാണ്. പ്രോസിക്യൂഷൻ ഇതുപോലൊരു കേസ് തെളിയിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നത് ഒന്നാമത്തെ കാര്യം. 2, പരമാവധി ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ നേട്ടം എന്ന് വിശേഷിപ്പിക്കണം. അപ്പോഴും താങ്കളൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഈ ശിക്ഷ എന്നുള്ളത് പ്രതികാരപരമാകണം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ 24 വയസ്സ് ഇപ്പോഴുള്ള ഒരു ചെറുപ്പക്കാരിയാണ് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തപ്പെട്ട വ്യക്തി. ആ ക്രൈം അവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ വധശിക്ഷ എന്നുള്ളത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്ന ഒന്നാണോ? തീർച്ചയായിട്ടും ഈ കേസിൻ്റെ ഒരു അന്തിമഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഏത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വാദം നടന്നു കഴിഞ്ഞ ശേഷം, അതായത് 17-ാം തീയതി വാദം കഴിഞ്ഞ ശേഷം പിന്നീട് ഉറപ്പായിട്ടും ഇതൊരു വധശിക്ഷ കൊടുക്കേണ്ടുന്ന കേസാണ് എന്നുള്ളത് ഈ കേസിൻ്റെ ബ്രൂട്ടാലിറ്റി, അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിന് കൂടാതെ ഇത്രയും വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഗ്രീഷ്മ ഒരു ഇംഗ്ലീഷ് പരിജ്ഞാനത്തെയും അതുപോലെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ആ ഒരു അവഗാഹമായിട്ട് പാണ്ഡിത്യം എടുത്ത് ഉപയോഗിച്ച് വളരെ ഒരു ഇഷ്ടപ്രാണേശ്വരനെന്ന് നടിച്ചിട്ട് വിശ്വാസം ആർജിച്ചെടുത്ത് എന്തും ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അയാളെ കൊണ്ടെത്തിച്ച് ഒരു വളരെ ഒരു പാവയെപ്പോലെ ആക്കി ഒരു കഷായം വിഷമെടുത്ത് കലർത്തി വെച്ച ശേഷം അതെന്നാൽ നീ എടുത്ത് കുടിക്കുക എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് മുഴുവൻ ഈ കയ്പ് നീ എടുത്ത് കുടിച്ച് എന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്ന് നീ എടുത്ത് കുടിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് കുടിപ്പിച്ച് വകവരുത്തിയ ഒരു രീതി, അതിന് 5 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ, അത് കൂടാതെ അതിന് മുമ്പ് നടന്ന 22/8/2022 നടന്ന ഒരു വധശ്രമം, ആ വധശ്രമം അപ്പോൾ അത് തീർച്ചയായിട്ടും അന്ന് വിജയിച്ചില്ല. കാരണം എന്താണ്, അത് ഷാരോൺ രാജ് കുടിച്ചിട്ട് തുപ്പിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു വധശ്രമത്തിനകത്ത് അതിനകത്ത് പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കയ്പ് കാരണം തുപ്പാൻ പാടില്ല എന്നുള്ള വളരെ ഒരു ഇൻ്റലിജൻറ്റ് ക്രിമിനലിൻ്റെ മൈൻഡ് വർക്കൗട്ട് ചെയ്തിട്ടാണ് പിന്നെ അത് ഈ കഷായം കയ്പാണ്. അപ്പോൾ ആ കഷായം കയ്പ് കാരണം തുപ്പാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കുടിക്കുന്ന കഷായം നിനക്ക് കുടിക്കാമോ എന്നുള്ളതായിരുന്നു പിന്നെ കഷായ ചലഞ്ച്. അതാണ് ഈ വീട്ടിനുള്ളിൽ വെച്ച് നടന്നത്. അപ്പോൾ അത് ഗ്രീഷ്മ പറഞ്ഞതും കൂടി, ഗ്രീഷ്മ പുറത്ത് പറഞ്ഞതും, അതായത് ഈ കോടതിയിൽ എഴുതി കൊടുത്തതും കൂടാതെ ഗ്രീഷ്മ മജിസ്ട്രേറ്റിനോട് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നടന്ന കാര്യങ്ങളും പിന്നെ അവസാന നിമിഷം
ഷാരോൺ രാജിൻ്റെ പപ്പയോട് ഇതിൽ 92ാമത്തെ സാക്ഷിയായിട്ട് വിസ്തരിച്ച ജയരാജിനോട് അവസാന നിമിഷം അയാൾക്ക് ഇനി മരണത്തിന് കീഴടങ്ങിയേ കഴിയുള്ളൂ എന്ന്. കാരണം ശ്വാസകോശം ചുരുങ്ങി ഓക്സിജൻ കയറാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗ്യാസ്പ് ചെയ്തുകൊണ്ട് ഷാരോൺ രാജ് അച്ഛനോട് ഇത് ഇത്രയും മറച്ചു വെച്ചതിനും ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളതിനുമൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ മരിച്ചു പോകുമെന്നൊക്കെയുള്ള വളരെ തുറന്നു പറഞ്ഞ അതിനകത്ത് നടന്ന കാര്യങ്ങൾ ജയരാജിനോട് അച്ഛനോട് പപ്പയോടും വിശദീകരിച്ചു. അതൊരു മരണമൊഴിയായിട്ട് തന്നെ തീർച്ചയായിട്ടും പോലീസ് കണക്കാക്കി അതിന് വ്യക്തമായിട്ട് ഒരു തെളിവ് കോടതിയിൽ കൊടുത്തു. കോടതിയിൽ ഈ ജയരാജിനെ വിസ്തരിച്ചു. കാരണം ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ജയരാജ് വളരെ പക്ഷാഘാതമുണ്ടാവുകയും അതിന് വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിസ്തരിച്ചത്. ഇതെല്ലാ തെളിവുകളും എടുത്തിട്ടാണ് ഇപ്രകാരം ശിക്ഷയിലേക്ക് തെളിയിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞു. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഒരു ക്രിമിനൽ മൈൻഡിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. വളരെ ബ്രൂട്ടലായി നടന്ന കൊലപാതകമാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ പ്രതിയുടെ പ്രായം 24 വയസ്സാണ്. ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, തുടർന്ന് അങ്ങോട്ടുള്ള ഭാവി, ഇതൊക്കെ പരിഗണിച്ച് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് റിഫോർമേറ്റീവ് ആണല്ലോ. ഒരു വ്യക്തിക്ക്, ഒരു കുറ്റവാളിക്ക് പരിഷ്കരണം ഉണ്ടാകണം, അതിനുവേണ്ടിയുള്ള ശിക്ഷ എന്നുള്ളതാണല്ലോ പൊതുവെ ജുഡീഷ്യൽ സിസ്റ്റം ശിക്ഷയെ കാണുന്നത്, അതല്ലാതെ ഒരു പ്രതികാരം എന്നുള്ള നിലയ്ക്കല്ലല്ലോ. അപ്പോൾ ഈ പ്രതിയുടെ ഈ പശ്ചാത്തലം പരിഗണിച്ച് റിഫോർമേഷൻ ഉള്ള ഒരു സാധ്യത 14 വർഷമോ അതിൽ കൂടുതലോ തടവറയിൽ കഴിഞ്ഞ് പ്രതി പരിഷ്കരിക്കപ്പെട്ട നിലയിൽ ആവുന്നതിനുള്ള സാധ്യത കോടതി ആരായും എന്ന് താങ്കൾ വിചാരിച്ചില്ലേ? തീർച്ചയായിട്ടും അത് ആരായിക മാത്രമല്ല, അതിന്മേൽ പ്രതിഭാഗത്തിന് ആ ഭാഗം ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസിൽ ഉൾപ്പെടുത്തി വാദിക്കാനായിട്ട് ഏകദേശം അരമണിക്കൂർ പ്രോസിക്യൂഷനും അരമണിക്കൂർ ഡിഫൻസിനും കൊടുത്ത് വാദം കേട്ട ഒരു കാര്യമാണ്. അപ്പം അതിനുശേഷം വളരെ ഡീപ്പായിട്ട് 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെ ഈ കോടതി വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ആ വിധിന്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഈ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസും മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസും തുലനം ചെയ്ത് നോക്കിയപ്പോൾ ഈ ഏജ് ഫാക്ടർ എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, ഈ 24 വയസ്സ് സെയിം ഏജിലുള്ള ഷാരോൺ രാജിനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഈ ഒന്നാം പ്രതി വളരെ ബ്രൂട്ടലായിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഏജ് ഫാക്ടർ ഇതിനകത്ത് പരിഗണിക്കപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു ഭാഗം വളരെ വ്യക്തമാക്കി ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു. അതിന് പ്രധാനമായിട്ടും പറഞ്ഞൊരു ഭാഗം എന്ന് പറയുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഈ വിഷം അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സെല്ലിലും ഇത് വളരെ, അതായത് ചുണ്ട് മുതൽ ഏനസ് വരെയുള്ള ഭാഗങ്ങൾ എലമെൻ്ററി കനാലിൽ ബ്ലീഡ് ചെയ്ത് അത് കുടിച്ച് ആ സമയം തൊട്ട് അത് ബ്ലാക്ക് മോഷനായിട്ട് സ്റ്റൂളായിട്ട് പോവുകയും രക്തം തുപ്പുകയും ഒരു തുള്ളി വെള്ളം പോലും തൊണ്ടയിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ, ആഹാരം കഴിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ കഴിയാതെ, എന്തിനേറെ പെനിസിലൂടെ വരെ ബ്ലീഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള രേഖകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ പരിശോധിച്ചാൽ അത്രയും ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന തരത്തിലേക്ക് എന്ന് വെച്ചാൽ ഇഞ്ചിഞ്ചായിട്ടാണ് കൊന്നത്. അത് വ്യക്തമായിട്ട് കോടതി കണ്ടെത്തിയ ഒരു കാര്യമാണ്. ജഡ്ജ്മെൻറ്റിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ ഒരു ആക്സിഡൻ്റലായിട്ട് എടുത്ത് കൊടുത്ത് കൊലപാതകം നടത്തിയതല്ല. കാരണം പ്രതിഭാഗം അത് വാദിച്ചപ്പോൾ ഇതൊരു മർഡർ നടത്തിയത് എന്നുള്ളൊരു അഡ്മിഷൻ അതിനകത്ത് വരത്തക്ക രീതിയിൽ പറഞ്ഞത് ഇതൊരു ജസ്റ്റിഫയബിൾ മർഡർ എന്നാണ് പറഞ്ഞത്. കാരണം അത് ഒരു ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ജസ്റ്റിഫയബിൾ മർഡറായി കണക്കാക്കണം, അതുകൊണ്ട് വധശിക്ഷ കൊടുക്കരുത് എന്നാണ് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഇതിനൊരു ഏജിൻ്റെ ഒരു പരിധി ഇതിനകത്ത്, അല്ലെങ്കിൽ റിഫർമേറ്റീവ്, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത് റിഫർമേറ്റീവ് തിയറിയാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്, റിട്രിബ്യൂട്ടീവ് അല്ല. അപ്പോൾ പക്ഷേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 302 വകുപ്പ് പ്രകാരം ഇപ്പോൾ അത് BNS ആയി എങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഉണ്ടായ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ നിയമപ്രകാരമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസിനകത്ത് ഇതൊരു സെന്റിമെന്റൽ ആസ്പെക്ട് ഒരു കാരണവശാലും പരിഗണിക്കപ്പെടാതെ കേസിന്റെ മെറിറ്റിലാണ് ഈ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്ന് വളരെ പൂർണ്ണമായിട്ടും എനിക്ക് വിശ്വാസം. തീർച്ചയായും വേദനാജനകമായ, അത്യധികം വേദനാജനകമായ ഒരു മരണമായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. സ്വാഭാവികമായ ആ കാര്യം കോടതി പരിഗണിച്ചിട്ടുമുണ്ട്. ഞാൻ മറ്റതിഥികൾക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ ഷിമോൻ, താങ്കളൊരു ആയുർവേദ പ്രൊഫഷണൽ കൂടിയാണ്. ഈ കഷായം ഉള്ളിൽ ചെന്നാണോ ഈ അപായം എന്ന സംശയം തോന്നിയ ഘട്ടത്തിൽ താങ്കൾ ഗ്രീഷ്മയെ വിളിച്ച് കഷായം ഏത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം എങ്കിലും താൻ ഇഷ്ടപ്പെട്ട ആളാണ്, ആ ആൾ വേദന തിന്നുന്നു എന്ന ഘട്ടത്തിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണ മനോഭാവം ഗ്രീഷ്മയിൽ നിന്ന് ഉണ്ടായിരുന്നോ?
ഒരിക്കലും ഇല്ല. ഒരു സഹകരണം ഇല്ല എന്ന് മാത്രമല്ല, അവൾ ഓരോന്ന് വേറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം കോകുലാക്ഷൻ കഷായമാണ് കുടിച്ചത്. അപ്പോൾ അത് അവൾക്ക് നടുവേദനയ്ക്കോ അങ്ങനെ എന്തോ കൊടുത്തതാണ്. സോ അത് കുടിച്ചിട്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കുറിച്ച് തന്ന ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനോ എന്തെങ്കിലുമൊക്കെ തരാൻ പറഞ്ഞപ്പോൾ അതില്ല, അത് കളഞ്ഞു പോയി, അല്ലെങ്കിൽ ഡോക്ടർ ഇവിടെ ഇല്ല, ഡോക്ടർ വീട്ടിൽ വന്ന് ചികിത്സിച്ച്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പല കള്ളങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ അതായത് ഫൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പല കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രീഷ്മ ചെയ്തത്. സഹകരണം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നിട്ടില്ല, ഒരു കാര്യവും പറഞ്ഞിട്ടുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായും. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ശരിയാണ്, വളരെ ബ്രൂട്ടലായ, കോടതി പറഞ്ഞതുപോലെ വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകമാണ്. ഒരുപാട് വേദന അനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ മരിക്കേണ്ടി വന്നു, തുല്യപ്രായമുള്ള ചെറുപ്പക്കാരൻ മരിക്കേണ്ടി വന്നു. പക്ഷേ ഷാരോൺ മരിച്ചതുകൊണ്ട് കൊലപാതകിയായ പെൺകുട്ടിയും ഗ്രീഷ്മയും മരിക്കണം. ഒരാൾ മരിച്ചു, അതിന് മറ്റേയാളും മരിക്കുന്നത് കൊണ്ട് പരിഹാരമാവും എന്ന് പറയുന്നത് പ്രതികാരാത്മകമായൊരു നീതി നിർവഹണമാണ്. ശരിയാണ്, ഈ വിഷയത്തിന്റെ സിവിയറിറ്റി എത്ര തന്നെ ആയാലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രതികാരാത്മകമാണോ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നില്ലേ? അഭിലാഷ്, ഞാൻ വ്യക്തിപരമായിട്ട് ഈ വധശിക്ഷയോടൊപ്പം നിൽക്കുന്ന ഒരാളല്ല. സ്വാഭാവികമായും ഒരു പ്രതികാരാത്മകമായി ഒരു ശിക്ഷ നടപ്പിലാക്കുക എന്ന് പറയുന്നത് നീതിബോധത്തിന് ചേരുന്നതല്ല എന്ന് ഉറച്ച കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി ഈ കേസിനെ കാണാനും എനിക്കാവില്ല. കാര്യം പ്രണയത്തിൻ്റെ ആർദ്രതയോ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിന് ഏതെങ്കിലും ഘട്ടത്തിൽ വൈകാരികമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾക്ക് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുക എന്ന് പറയുന്ന അത്യപൂർവങ്ങളിൽ അപൂർവം എന്ന് കരുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. മാത്രമല്ല, ഇതൊരു സാഹചര്യ തെളിവുകളുടെ മാത്രം സാന്നിധ്യത്തിൽ കോടതി വിശ്വസിച്ചിട്ടുള്ള ആ സാഹചര്യങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട് കോടതി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ്. സ്വാഭാവികമായും സാഹചര്യ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ കോർത്തിണക്കി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത്തരം ബോധ്യപ്പെടലുകളാണ് കോടതി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ കോടതിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തുടർന്ന് ഉപരികോടതികൾ പരിശോധിക്കേണ്ടതും അതിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുമാണ്. മാത്രമല്ല, സമൂഹത്തിൽ ഒരു കൊലപാതകത്തിന് അതിൻ്റെ ഏറ്റവും ഭീകരമായ ശിക്ഷ എന്ന നിലയിൽ വധശിക്ഷ കൊടുക്കുമ്പോൾ 1980 ബച്ചൻ സിംഗിൻ്റെ കേസ് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള നിലപാടുകൾ സുപ്രീം കോടതി എടുത്തിട്ടുണ്ട്. ആ നിലപാടുകളുടെ എല്ലാം അർത്ഥത്തിലുമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഒന്ന്, ഈ ഒരു കുറ്റവാളിക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ ആ മാറ്റം കൂടി പരിശോധിക്കപ്പെടണം എന്നുള്ളത്, ആ മാറ്റത്തെ ഒരു തരത്തിലും ഈ കോടതി കണ്ടില്ല എന്നൊരു നിശിത വിമർശനമാണ് എനിക്ക് കാര്യത്തിൽ തോന്നുന്നത്. കാരണം അത്തരത്തിൽ ഒരു പ്രായത്തിൻ്റെ പരിധി, വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഗ്രീഷ്മയ്ക്ക് ഒരുപക്ഷെ കുറ്റകൃത്യത്തിന് ശേഷമുണ്ടാകുന്ന മാനസാന്തരത്തിനുള്ള സാഹചര്യം പോലും നൽകാതിരിക്കുക എന്നുള്ളത് നിയമത്തിൽ അല്ലെങ്കിൽ നിയമം അങ്ങനെ കടുത്തു ചിന്തിക്കരുത് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ നഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊക്കെ പ്രതികാര ബുദ്ധിയോടുകൂടി തോന്നാനാവും, അവർക്ക് അതിൻ്റെ വേദന ഉണ്ടാവാനാകും. അപ്പോൾ ആ വേദനകളെ എത്രത്തോളം അവർക്ക് ഉൾക്കൊള്ളാനാകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അവർ വൈകാരികമായി ഇത്തരത്തിൽ പ്രതികരിക്കും. കോടതികൾ ഒരിക്കലും ഇത്തരത്തിൽ വൈകാരികമായി പ്രതികരിക്കാൻ പാടില്ല. കാരണം സമൂഹത്തിലുള്ള സെൻസേഷണൽ കേസുകളിൽ എപ്പോഴും കോടതികൾ ഇത്തരത്തിൽ ഇടപെടുന്നു എന്ന സുപ്രീം കോടതി പിന്നീട് വന്നിട്ടുള്ള 2-3 വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി പലപ്പോഴും പറയുന്നുണ്ട്. കാര്യം കോടതി ജാഗ്രതയില്ലാതെ അതിതീവ്രമായ വൈകാരിക പ്രകടനത്തിലൂടെ ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുക എന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും കോടതികൾ എത്തപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിലുണ്ടാവുന്ന ആ ഇമ്പാക്റ്റ്, ഈ കേസിനെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, സമൂഹത്തിൻ്റെ കൺസയൻസസ് ഒക്കെ പലപ്പോഴും കോടതികൾ തൻ്റേതുകൂടിയായി സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അതിവിചിത്രമെന്ന് തോന്നുന്ന തരത്തിൽ ചിലപ്പോൾ വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുക. സാഹചര്യ തെളിവുകളുടെ കേസുകളിൽ സ്വാഭാവികമായും കോടതികൾ ഇത്തരത്തിൽ റെയറസ്റ്റ് ഓഫ് റെയർ എന്ന അർത്ഥത്തിൽ എടുക്കാറില്ല. ഒരുപക്ഷെ ആ വിക്ടിം അനുഭവിച്ചിട്ടുള്ള വേദനകളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട കോടതിക്ക് അതൊരു വൈകാരിക പ്രകടനമായി കോടതി മാറിയിട്ടുണ്ട്, വൈകാരികമായ കോടതി അതിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വിക്ടിമിന്റെ ബന്ധുക്കൾക്ക് എടുക്കാം, പ്രോസിക്യൂഷൻ എടുക്കാം, പക്ഷെ കോടതി എടുക്കാൻ പാടില്ല എന്നാണ് എന്റെ തോന്നൽ. ശരി ശ്രീ ദിനു, അവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഷാരോണിന്റെ മരണം കണ്ടു നിന്ന ഷാരോണിന്റെ സ്വന്തം സഹോദരനും ഏറ്റവും അടുത്ത കസിനും സുഹൃത്തുമൊക്കെ
ഗ്രീഷ്മ അതേപോലെ വേദന അനുഭവിച്ചു മരിക്കണം എന്നാഗ്രഹിക്കുന്നത് ഒരു സ്വാഭാവിക വൈകാരിക പ്രകടനമാണ്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷെ കോടതി ഈ കാര്യത്തിൽ നമ്മുടെ ശിക്ഷാവിധികൾ അല്ലെങ്കിൽ ശിക്ഷാ സമ്പ്രദായം എന്നുള്ളത് റിഫോർമേറ്റീവ് ആണ്, ആ സങ്കല്പനത്തിലാണ് എന്ന് മറന്നുപോയിട്ടുണ്ടോ? ഞാൻ ഈയിടെ സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ കണ്ടൊരു വാക്കാണ്, ആരുടേതാണെന്ന് അറിയില്ല. ഇങ്ങനെയാണ്: ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ടായിട്ടും എന്തിനാണ് സ്നേഹത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. അപ്പം അത്തരത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും സത്യസന്ധമായ ഒരു വികാരത്തെ, ഏറ്റവും സത്യസന്ധമായി ചേർത്ത് നിർത്തുന്ന ഒരു വികാരത്തെ കൂടി ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, ചതിച്ചുകൊണ്ടാണ് ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് പ്രണയത്തിൻ്റെ രക്തസാക്ഷി തന്നെയായിട്ട് ഷാരോൺ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു സംശയവുമില്ല. ഈ ഒരു അവസരത്തിൽ കുടുംബം പേറുന്ന വികാരത്തെ പൂർണ്ണമായി മാനിക്കുന്നു. അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനെയാണ്, സഹോദരനെയും ഒക്കെ തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു പക്ഷേ ഈ ഒരു കേസിനകത്ത് അപ്പീൽ പോകുന്ന സമയത്ത് ഈ വധശിക്ഷ സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള ആശങ്കയും ഞാൻ പങ്കുവെക്കുന്നുണ്ട്. ഒരു പക്ഷേ കൊല്ലത്തുണ്ടായ വിധുകുമാരൻ തമ്പി വധക്കേസിൽ ഭാര്യ വിനീതയ്ക്ക് ഇതേപോലെ തന്നെ വധശിക്ഷ വിധിച്ചതിന് ശേഷം ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചത് നമുക്കറിയാം. നേരത്തെ വക്കീൽ സൂചിപ്പിച്ച പോലെ തന്നെ ബച്ചോ മാഹിയും മാച്ചോ സിംഗ് കേസുകൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നീ കേസുകൾക്കകത്തും പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയകൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനകത്തും വിധിന്യായം മൊത്തമായി വായിച്ചാലേ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇത് കേവലം ഒരു ഗ്രീഷ്മയുടെ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. അതായത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വധശിക്ഷ എന്ന് പറയുന്ന, ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കിട്ടുന്ന പൊതു സ്വീകാര്യതയെക്കുറിച്ച് എനിക്ക് പേടിയുണ്ട്. ഒരുപക്ഷെ നാളെ ഗ്രീഷ്മയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുടുംബം അതിൽ വേദനിക്കരുത് എന്നുള്ളൊരു കാര്യത്തോട് കൂടിയിട്ടാണ് ഞാനിത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഡിസിപ്ലിൻ ആൻഡ് പണിഷ് ദ ബർത്ത് ഓഫ് പ്രിസൺ എന്ന് പറയുന്ന ഒരു ബുക്കിനകത്ത് ഫുക്കോ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് വധശിക്ഷ അടക്കമുള്ള കോർപ്പറൽ പണിഷ്മെന്റ് ശരീരത്തിന് നേരിടുന്ന ശിക്ഷയേക്കാൾ ഒരു വ്യക്തിക്ക് മനസ്സിന് നേരിടേണ്ടി വരുന്ന ശിക്ഷയാണ് ഏറ്റവും ക്രൂരമായതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ USA പാലിക്കുന്ന രീതിയിലുള്ള മരണം വരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെല്ലുകൾക്കകത്ത് മനുഷ്യർ ജീവിക്കേണ്ടി വരിക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ വധശിക്ഷയാൽ ക്രൂരമായി ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റിൽ നിന്ന് മാറിക്കൊണ്ട് പൂർണ്ണമായി ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ജയിൽ സംവിധാനങ്ങൾ കൂടി വളർന്നു വരേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരം വധശിക്ഷകൾ സമൂഹത്തിന് സന്ദേശം നൽകുന്നു എന്ന് പറയുമ്പോൾ ഡിറ്ററൻസ് ഡസ് നോട്ട് ഡിറ്റർ ക്രൈം മോർ എഫക്റ്റീവ്ലി എന്ന് പഠനങ്ങൾ നമുക്ക് മുന്നിൽ തെളിയിക്കുന്നു. നോക്കൂ, നിർഭയ കേസ് ഉണ്ടായി. വളരെ കൃത്യമായി 4 പ്രതികൾക്ക് തീഹാർ ജയിലിൽ വെച്ച് വധശിക്ഷ നൽകപ്പെട്ടു. പക്ഷേ NCRB ഡാറ്റ എന്താണ് കാണിക്കുന്നത്? കൂടുതൽ ലൈംഗിക പീഡനങ്ങൾ വർഷം തോറും വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. അപ്പോൾ സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇത്തരം ക്രൈമുകളെ കുറയ്ക്കാൻ വേണ്ടി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ കൃത്യമായി അവർ പ്രതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. പക്ഷേ വധശിക്ഷ പൊതുവായി നൽകപ്പെടുന്ന കേസുകൾക്കകത്ത് ഇന്നസെന്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് നടപ്പിലാകുന്നു എന്നുള്ളത് കൂടെ സമൂഹം മനസ്സിലാക്കണം. ഇവിടെ ഗ്രീഷ്മ ഇന്നസെന്റ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അവർ കുറ്റകൃത്യമാണ് ചെയ്തത്, അവർ കുറ്റം ചെയ്തു. പക്ഷെ വധശിക്ഷ നൽകുന്ന കേസുകൾക്കകത്ത് ഇന്നസെന്റ് എക്സിക്യൂഷനുകൾ നടക്കുന്നു എന്നുള്ളതുണ്ട്. മറ്റൊരു അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അൺഫെയർ അപ്ലിക്കേഷനുകൾ പലപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ US കാര്യം നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളെയാണ് അവിടെ കൂടുതൽ തൂക്കിക്കൊലകൾക്ക് വിധേയമാവുന്നത്. അപ്പോൾ മാർജിനലൈസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് അധികം. എൻകൗണ്ടർ കില്ലിങ്ങുകളാവട്ടെ, തൂക്കിക്കൊലകളാവട്ടെ, ഇവിടെ ഒരു അൺഫെയർ അപ്ലിക്കേഷൻ ഓഫ് ലോ പലപ്പോഴും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ റിഫോർമേറ്ററി ജസ്റ്റിസിനാണ് കൂടുതൽ പ്രാധാന്യമെന്നും വധശിക്ഷയ്ക്ക് വേണ്ടി സമൂഹം ആർത്ത് പറയുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്നുകൂടിയാണ് എനിക്ക് സൂചിപ്പിക്കേണ്ടത്. അത് ഈ കേസിനെ മാത്രം വെച്ചുകൊണ്ടേ അല്ല ഞാൻ പറയുന്നത്, പൊതുവായി വധശിക്ഷ എന്ന് പറയുന്ന ഒരു ഇവന്റിനോടുള്ള പ്രതികരണമാണ് പറഞ്ഞത്. തീർച്ചയായും. ഓക്കെ, ശ്രീ സജിൻ, നമ്മൾ ഈ കേസിന്റെ വിചാരണക്കിടെ പല കാര്യങ്ങൾ അഭിമുഖീകരിച്ചു. പ്രതിഭാഗത്ത് നിന്ന് വന്ന സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും ഒടുവിൽ ഈ ശിക്ഷ പരമാവധി ലഘുവാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാദത്തിലും ഉന്നയിച്ച ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഇരുവരും. ആ റിലേഷൻഷിപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഗ്രീഷ്മ പിന്മാറാൻ തയ്യാറായി. പക്ഷേ അത് ഷാരോൺ സമ്മതിച്ചിരുന്നില്ല. ഷാരോണിന്റെ കയ്യിലുള്ള വീഡിയോകളും ഫോട്ടോകളും ഒക്കെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഈ റിലേഷനിൽ നിന്ന്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ അറ്റ കൈക്ക് ചെയ്തു പോയതാണ്
അതിന് പരമാവധി കുറഞ്ഞ ശിക്ഷ വേണമെന്നുള്ളതാണ് ശിക്ഷാവിധിയുടെ സമയത്ത് ഇവിടെ പ്രതിഭാഗം വാദിച്ചുകൊണ്ടിരുന്നത്. ഈ റിലേഷൻഷിപ്പ് താങ്കൾക്ക് അറിയാം എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചേട്ടന് അങ്ങനെ ചെയ്യത്തുമില്ല. അങ്ങനത്തെ എന്താ പറയുക, ഇപ്പോൾ എന്നോടും എതിർഭാഗം വക്കീൽ കോടതി കയറിയ സമയത്ത് ചോദിച്ചിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അങ്ങനത്തെ എവിഡൻസുകളൊന്നും ഇല്ല. നമുക്ക് ചേട്ടൻ്റെ ഫോണൊക്കെ ഉണ്ട് അവിടെ. സോ അതിൽ ചെക്ക് ചെയ്താലും എന്ത് നോക്കിയാലും ചേട്ടൻ്റെ ഫോണിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചേട്ടൻ്റെ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഗ്രീഷ്മ ഇങ്ങോട്ടാണ് ഇവർ പിരിഞ്ഞതിന് ശേഷം വന്നതും ചാറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് വന്നത്. ആ ഒരു റിലേഷൻ ഇവർ സ്റ്റോപ്പ് ചെയ്ത ഗ്രീഷ്മ ഇങ്ങോട്ടാണ് മെസ്സേജ് ചെയ്ത് വരികയും പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്ത്. അതെ, അതായത് അവളുടെ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഇവർ തമ്മിൽ പിണക്കത്തിലാവുകയും സോ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം വീണ്ടും ഗ്രീഷ്മയാണ് മെസ്സേജ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതും ചേട്ടനായിട്ട് അടുക്കുന്നതും വീണ്ടും. അതെ, അത് ഈ ഫോട്ടോകളൊക്കെ ഉണ്ടാകുമോ എന്ന ഭയത്തിലായിരിക്കുമോ? അല്ല, അങ്ങനെയൊന്നുമല്ല. ചേട്ടനെ രണ്ടാമത് വിളിച്ച് അവൾക്ക് ഇല്ലാണ്ടാക്കണമായിരുന്നു. മെസ്സേജ് ചെയ്തൊക്കെ ഇങ്ങോട്ട് വന്നു. അല്ലാതെ ഫോണിൽ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല ചേട്ടൻ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ പ്രതിഭാഗം ഒരു വാദം എന്നുള്ള നിലയിൽ ഉന്നയിച്ചതാണ് എന്നുള്ളതാണ് കുടുംബത്തിന്റെ വാദം. ഇവിടെ ശ്രീ ഷിമോൻ ഒരു കാര്യം കൂടി കേട്ടത്, ആദ്യ ഭർത്താവ് മരിക്കും എന്നൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് എന്നൊക്കെയാണ്. ഇവർ ഒരർത്ഥത്തിൽ കല്യാണം കഴിച്ചവരായിരുന്നു, താലി കെട്ടിയ ആളുകളായിരുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഈ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ, അതായത് ശിക്ഷ എന്നുള്ളതൊരു താക്കീതാവും, ഇനി ഒരാൾ ഇത് ചെയ്യാൻ മടിക്കും എന്ന മട്ടിൽ ഇതൊരു ഡിറ്ററന്റ് പണിഷ്മെന്റായി, സമൂഹത്തിന് താക്കീത് നൽകുന്ന ഒരു പണിഷ്മെന്റായി തോന്നുന്നുണ്ടോ ഷിമോണിന്? അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മൊഴികളും സാക്ഷ്യമൊഴികളും വിചാരണ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം ശിക്ഷ വന്നേക്കുന്നത്. അപ്പോൾ അത് തികച്ചും നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ തന്നെയാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു മാതൃകാപരമായിട്ടുള്ള ശിക്ഷയായിട്ടും നമുക്കിതിനെ കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, എന്തായാലും ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകും. വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതി അനുമതിയോട് കൂടിയാണ് നടപ്പാക്കപ്പെടുക. അതിനുശേഷം എന്തായാലും സുപ്രീം കോടതിയിലേക്കും ഈ കേസ് പോകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ നാട്ടിലെ പ്രമാദമായ പല കേസുകൾക്കും, സൗമ്യ കേസിൽ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതിന് ശേഷം സുപ്രീം കോടതിയാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വധശിക്ഷ വിചാരണ കോടതികൾ പ്രഖ്യാപിക്കാറുണ്ട് എങ്കിലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവ പലപ്പോഴും ലഘൂകരിക്കപ്പെടാറാണ് പതിവ്. അത് നമ്മൾ ഈ കൊലപാതക കുറ്റത്തിന് റയറസ്റ്റ് ഓഫ് റയർ കേസായി കണ്ടാണ് വധശിക്ഷ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ റയറസ്റ്റ് ഓഫ് റയർ ആയിട്ടേ നമ്മുടെ നാട്ടിൽ വധശിക്ഷ നടപ്പാക്കാറുള്ളൂ. വളരെ അപൂർവമായി മാത്രമേ വധശിക്ഷ നടപ്പാക്കാറുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് 3 പതിറ്റാണ്ടിലധികമായി വധശിക്ഷ നടപ്പാക്കിയിട്ട് ഇല്ലതാനും. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ, അല്ലേ? അതെ, എവിടം വരെ പോയാലും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അത്ര എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുകയെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്, പൂർണ്ണ തൃപ്തിയിലാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതി എവിടെ പോയാലും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കുടുംബം ഇനി ഈ കേസിനെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുകയായിരുന്നു ശ്രീ വിനീത് കുമാർ. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഈ കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇത് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ശിക്ഷാവിധി, ഞാൻ ചോദിക്കുന്നത് ക്വാണ്ടം ഓഫ് സെന്റൻസിനെ കുറിച്ചാണ്. കുറ്റക്കാരിയാണെന്നുള്ള വിധി സുപ്രീം കോടതിയിലും നിലനിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഈ ശിക്ഷാവിധി, വധശിക്ഷ എന്നുള്ളത് അതേപടി നിലനിൽക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പോൾ? ഇല്ല, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിനകത്ത് പരിശോധിക്കേണ്ട വിഷയം പോലുമല്ല. കാരണം ഒരു ട്രയൽ സൈഡിലെ ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ വളരെ പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആയൊരു കാര്യമാണ്
ഇതിനകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ ഒരു കാറ്റഗറിയിൽ ഈ കോടതി ഇതിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ വിധിക്കേണ്ടി വന്നത്. അപ്പം നമ്മുടെ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിലുള്ളൊരു കോടതിയിൽ ഒരു കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ വധശിക്ഷ, ഏത് വധശിക്ഷയാണെങ്കിലും ഏത് കേസിലാണെങ്കിലും അങ്ങനെ നടത്താൻ പറ്റും, അതാണ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ വിധിയുടെ നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ്സുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ചേർത്ത് ഹൈക്കോടതിയിലേക്ക് ട്രയൽ കോടതി അയക്കുകയും ഹൈക്കോടതി ഇത് വളരെ വിശദമായിട്ട് പരിശോധിക്കും. ഇപ്പം അത് സംശയമില്ലല്ലോ. ശിവൻകുമാർ, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ ചൂണ്ടിക്കാണിച്ച സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വധശിക്ഷ എന്ന് പറയുന്നത് നോക്കൂ, ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രീഷ്മ ഗൂഗിൾ സെർച്ച് നടത്തി എങ്ങനെയാണ് അതീവ നാശമുണ്ടാക്കുന്ന വിധത്തിൽ ലിവറിനെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് അവർ ഗൂഗിൾ സെർച്ച് നടത്തിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. ഈ കുപ്പി, വിഷം വാങ്ങിയ കുപ്പി, അതൊരു ഫിസിക്കൽ എവിഡൻസ് ആണ്. പക്ഷേ ഈ തെളിവുകളൊക്കെ നോക്കൂ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ തിരഞ്ഞതെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാം ഗ്രീഷ്മയ്ക്ക്. അതുപോലെ ഈ കുപ്പി എന്ന് പറയുന്നത് സ്ഥിരമായി ആ കർഷകനാണ്, കീടനാശിനി വാങ്ങുന്ന കുപ്പിയാണ് എന്ന് വാദിക്കാം. ഈ പറഞ്ഞ സർക്കംസ്റ്റാൻസസ് വെച്ചും ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകളുടെയും മെഡിക്കൽ തെളിവുകളുടെയും മാത്രം അടിസ്ഥാനത്തിലും ഈ വധശിക്ഷ ഹൈക്കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ല, ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ജഡ്ജ്മെൻറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട ഈ കോടതി, നമ്മുടെ ട്രയൽ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് എത്ര വളരെ ലഘൂകരിക്കപ്പെട്ട ഒരു എവിഡൻസ് ആണെന്ന് ഒരിക്കലും കരുതരുത് എന്നാണ് എനിക്ക് ഈ ഒരു ചർച്ചയിൽ പറയാനുള്ളത്. അതിന് കാരണം പല വിധിന്യായങ്ങളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാൻ മേ ലൈ യെറ്റ് സർക്കംസ്റ്റാൻസസ് വിൽ നോട്ട്. അതായത് വളരെ ശക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ, നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതുപോലെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കി പ്രതിയിലേക്ക് മാത്രം പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളാണ് എങ്കിൽ ഒരു പക്ഷേ നേരിട്ട് കണ്ടു എന്ന് ദൃക്സാക്ഷിയായിട്ട് ഒരാൾ പറയുന്ന മൊഴിയേക്കാളും വളരെ ശക്തമായിട്ട് സാഹചര്യങ്ങൾ കോർത്തിണക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഒരു തെളിവ് ഒരു അപര്യാപ്തമാണെന്ന് ഒരിക്കലും വരില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കേസുകൾ കൂടുതൽ ശക്തമാണ് എന്നുള്ളതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാഹചര്യ തെളിവുകളാണ് എന്നുണ്ടെങ്കിൽ, വ്യക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വധശിക്ഷ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിന് ഒരിക്കലും ഒരു തടസ്സമല്ല. ഒരു നിയമവും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നും പറയുന്നില്ല. മറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശക്തമായ തെളിവുകൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലൂടെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വധശിക്ഷ നിലനിൽക്കില്ല എന്നുള്ള വാദം പോലും നിലനിൽക്കില്ല എന്നുള്ള വിധിന്യായമുണ്ട്. ആ വിധിന്യായവും ഞാൻ ട്രയൽ കോടതിയിൽ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒരിക്കലും ഇതിനകത്തില്ല. തീർച്ചയായിട്ടും അപ്പീൽ കോടതിയിലോട്ട് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുറേ കൂടെ വളരെയധികം മെറ്റിക്കുലസ് ആയിട്ടും ഡീപ്പായിട്ടും ഒരു പരിശോധന നടക്കും എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പരിശോധന നടക്കുമ്പോൾ ഈ ട്രയൽ കോടതിക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എറർ ഇൻ ജഡ്ജ്മെൻറ്റോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളത് ഈ വധശിക്ഷ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വിധിന്യായമാണ് ഈ ട്രയൽ കോടതി നൽകിയിരിക്കുന്നതെന്നാണ്. ശരി, എങ്ങനെ ഈ കൺവിക്ഷനിലേക്ക് എത്തി എന്ന് എനിക്ക് താങ്കളോട് ചോദിക്കാറുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിന്യായത്തിൽ തന്നെ എഴുതി വെച്ച ഒരു കാര്യം, ദ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ സൊസൈറ്റി വിൽ ഓൺലി ബി സാറ്റിസ്ഫൈഡ് ഇഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈസ് അവാർഡഡ് ടു ദ ഒഫൻഡർ എന്നുള്ളതായിരുന്നു. സമൂഹത്തിന്റെ കളക്റ്റീവ് കോൺഷ്യൻസിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ വധശിക്ഷ വേണം എന്ന ഒരു ചിന്തയിലേക്ക് കോടതിയും പോയിരിക്കുമോ? ഇപ്പോൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന 95% ആളുകളും അവളെ കൊല്ലൂ എന്ന് വിചാരിക്കുന്നവരായിരിക്കും. അപ്പോൾ ആ നിലയിൽ മോബിന്റെ, സമൂഹത്തിന്റെ ഒക്കെ പ്രഷർ, ആവശ്യം, സമ്മർദ്ദം കോടതി നിറവേറ്റി കൊടുത്തതാണ്. അഭിലാഷ്, ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു നികൃഷ്ടവും നിഷ്ഠൂരവുമായ ഒരു കൊലപാതകത്തിൻ്റെ വിധി കൂടി വന്നു. ആർജികർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ മാരകമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു കൊലക്കേസായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു കേസ് വളരെ അപൂർവമായി തന്നെ കരുതാമായിരുന്ന ഒരു കേസിൽ ഇന്ന് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി എന്തു വിധിയാണ് പുറപ്പെടുവിച്ചതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടെന്നാൽ
സമൂഹത്തിൻ്റെ മുറവിളികൾ കോടതികൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതും കോടതികൾ എന്തുകൊണ്ട് കണ്ണുകെട്ടിയിരിക്കണം, ഇത്തരം കാഴ്ചകളെ കാണാൻ പാടില്ല എന്നുള്ളതിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണ്. ഒരുപക്ഷെ ഞാനടക്കം അഭിലാഷ് അടക്കം ഈ ചർച്ച കേൾക്കുന്ന പലരും ആ കൊലപാതകിക്ക് സഞ്ജയ് റോയ്ക്ക് മാരകമായി കഴിയുന്ന ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് വധശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ എന്തുകൊണ്ട് കോടതിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് അത് ഒരുപക്ഷെ ആ കേസിൽ ആവശ്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവം കൊണ്ടല്ല, കുറ്റവാളിയാണെന്ന് കണ്ടെത്തുകയും ജീവിതാന്ത്യം വരെ ജയിലിലിടാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ വിധിന്യായത്തിൻ്റെ പവിത്രതയെ സൂചിപ്പിക്കുന്നത്. ഈ 2 വിധിന്യായം എനിക്ക് വായിക്കാനായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ആ വിധിന്യായത്തിനാണ് കുറെ കൂടി നീതിപീഠത്തിൻ്റെ കരുതലും കാവലും കണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, ഒരു സംശയമില്ല. ഇപ്പോൾ നിലവിലുള്ള നിയമസംഹിതകൾ പരിശോധിക്കുമ്പോൾ സാഹചര്യ തെളിവുകളാണെങ്കിലും പ്രതിക്ക് അനുകൂലമല്ലാത്ത മുഴുവൻ സാഹചര്യവും കോർത്തിണക്കി വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ ശിക്ഷയെ സംബന്ധിച്ചു ആലോചിക്കുമ്പോൾ ഈ മരണശിക്ഷ നൽകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ഈ 6 മാസത്തിനുള്ളിൽ ഹൈക്കോടതി കേൾക്കണം. കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന്മേലൊരു തീരുമാനം എടുക്കുന്നതിനാവുകയുള്ളൂ എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അപ്പീൽ സാധാരണഗതിയിൽ 5 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഫൈനലായിട്ട് ഹൈക്കോടതി കേൾക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ റഫറൻസിനൊപ്പം തന്നെ അപ്പീലും കേൾക്കും എന്ന സാഹചര്യം വരുമ്പോൾ ഈ സാഹചര്യ തെളിവുകൾ എത്രത്തോളം കോടതിയെ, ഇനി വരാൻ പോകുന്ന മേൽക്കോടതികളെ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ഒരുപക്ഷെ ഇത് ഇരട്ട ജീവപര്യന്തമോ ജീവിതാന്ത്യം വരെയുള്ളൊരു ജീവപര്യന്തമോ ആയിരുന്നു എങ്കിൽ അത് അങ്ങനെ തന്നെ പോകുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് കാവൽ നൽകുന്ന തരത്തിൽ ഒരു നീതിബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി കോടതികൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. കോടതികളുടെ ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്തം, ദൗത്യം അതല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി, ആ കാര്യത്തിൽ ഒരു അഭിപ്രായം ശ്രീ വി എസ് വിനീത് കുമാർ. അങ്ങനെ ഒന്ന് താങ്കൾ കൈകാര്യം ചെയ്ത ഏറ്റവും പ്രമാദമായ കേസായിരിക്കും, ജഡ്ജി കൈകാര്യം ചെയ്ത ഏറ്റവും പ്രമാദ കേസുമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ഇതിൽ വാദത്തിൽ പറയുന്ന ഓരോ വാചകങ്ങൾ പോലും ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ചെകുത്താന്റെ മനസ്സാണ് ഗ്രീഷ്മയ്ക്ക് എന്ന് കോടതിയിൽ പറഞ്ഞാൽ അത് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഇങ്ങനെ ഇതുപോലെ മാധ്യമീകൃതമായ അന്തരീക്ഷത്തിൽ നടന്ന മുഴുവൻ കേരളവും ശ്രദ്ധിച്ച ഒരു കേസ് അപൂർവമാണ്. അപ്പോൾ അതുപോലെ ഒരു സെൻസിറ്റീവായ കേസായിരുന്നു. അപ്പോൾ ഈ കേസിലെ കോടതി ഉത്തരവ് ഞാൻ നേരത്തെ പറഞ്ഞ സമൂഹത്തിന്റെ കളക്റ്റീവ് കോൺഷ്യൻസിനെ, സമൂഹത്തിന്റെ ആകെയുള്ള പൊതുബോധത്തെ, അവരുടെ ആവശ്യത്തെ പരിഗണിച്ച് അതിനെ തൃപ്തിപ്പെടുത്താനുള്ള വിധിയാണോ? എന്നോടാണോ ചോദ്യം? അതെ. ഹലോ. അതെ, അങ്ങയോടാണ് ചോദ്യം. ഇതൊരു സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശരി, ഓക്കെ. ഒരു സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വിധിയാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ കേസിൻ്റെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെയോ അതല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലെ വ്യക്തികളെയോ ഒന്നും തന്നെ ഇതിനകത്ത് തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. ഇപ്പോൾ ഇവിടെ പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ രാജ്യം വിശ്വസിക്കുന്നത് ഒരു റിഫർമേറ്റീവ് തിയറിയിൽ തന്നെയാണ്, റിട്രിബ്യൂട്ടറി തിയറിയിലല്ല. പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിൽ ജൂലൈ മാസത്തിൽ ഈ പുതിയ നിയമം വന്നിട്ട് അതിനു മുമ്പ് വരെയും കുറച്ചുകൂടി ഇപ്പോൾ കൂടുതൽ കർക്കശമാകുകയാണ് ചെയ്തത്. അപ്പോൾ അതിനു മുമ്പ് നിലനിന്നിരുന്നത് വധശിക്ഷയാണ് 302 പ്രകാരം തെളിയുന്ന കേസിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ്. അപ്പോൾ ഈ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൽ കൊടുക്കണം എന്നുള്ളതും സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ സുപ്രീം കോടതി പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 141 പ്രകാരം അത് തീർച്ചയായിട്ടും ഒരു ലോ ഓഫ് ദ ലാൻഡായി മാറുകയാണ്. അപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് അനുസരിച്ച് തന്നെയാണ് ഓരോ കോടതിയും ഇത് ഒരു വിശകലനം നടത്തിയിട്ട് അത് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസിന് മുൻതൂക്കം വരുന്ന കേസുകളിൽ അവിടെ വധശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഓരോ കേസിലും ഇപ്പോൾ ഈ സഞ്ജയ് റോയുടെ കേസിൻ്റെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു. സഞ്ജയ് റോയുടെ കേസിനകത്തിട്ടുള്ള ഫാക്ട്സ് അല്ല ഈ കേസിനകത്ത് വരുന്ന ഫാക്ട്സ്. അതിനകത്തുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഫാക്ട്സ് നമ്മൾ വായിച്ചു നോക്കിയിട്ടില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഡീപ്പായിട്ട് അറിയാവുന്ന കേസാണ്. അതുകൊണ്ട് എനിക്കിത് പൂർണ്ണമായിട്ടും വധശിക്ഷ ഇതിൽ ന്യായീകരിക്കാവുന്ന ഒരു കേസാണ് എന്ന് പൂർണ്ണമായിട്ടും എനിക്കിവിടെ പറയാൻ കഴിയും. എന്നാൽ
ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരുടെ തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പല വിവരങ്ങളും അവർക്ക് പരിഗണിച്ചുകൊണ്ടാണ് അവരിവിടെ പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ആവശ്യങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ ചർച്ചയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളും ഒരിക്കലും ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് പഠിക്കാതെയാണെന്നും ഇതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അത് എന്താണോ ആരോപണമായിട്ട് പറയുന്നത് പുറമേയുള്ള സാഹചര്യങ്ങൾ മാത്രം വിലയിരുത്തിയാണ് ഇങ്ങനെ ഒരിക്കലും ഇതിനകത്ത് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ കോടതി അത് പരിഗണിക്കട്ടെ. അപ്പീൽ കോടതി പരിഗണിച്ചിട്ട് അതിനകത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്തട്ടെ. അതിനാണല്ലോ നമ്മളിവിടെ ഒരു നിയമ സംവിധാനം ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വളരെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒരു വിധി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നീതീകരിക്കാവുന്ന ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് പ്രോസിക്യൂട്ടറുടെ പോയിന്റ്. ഓക്കെ, എന്തായാലും നമുക്ക് മേൽക്കോടതിയിലേക്ക് പോകാം. ശ്രീ ദിനുവയിൽ, ഈ വിധിയിൽ കുറഞ്ഞ ശിക്ഷയാണ് ഉണ്ടായിരുന്നതെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നേനെ. ആണുങ്ങൾക്ക് ഇതാണ് അവസ്ഥ, ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്കൊരു ആനുകൂല്യം കിട്ടി എന്ന ഒരു തരത്തിലുള്ള സംസാരം പുറത്തു വന്നേനെ. അങ്ങനെ 100,000 കാര്യങ്ങൾ ഞാൻ എല്ലാം ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ നിലയ്ക്കുള്ള ഈ പശ്ചാത്തലങ്ങൾ ഒരു പക്ഷേ ഇക്കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ടാകാം. ഇവിടെ ആരും ഈ കുറ്റവാളിയെ ന്യായീകരിക്കില്ല. കാരണം അതിക്രൂരമായ അതിനിശ്ചിതമായ ഒരു കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത്. അത്രയും ആലോചിച്ച് ആസൂത്രണം ചെയ്ത് നടത്തിയിട്ടുള്ള ക്രൂരമായ ബ്രൂട്ടലായ കൊലപാതകം എന്ന അടിസ്ഥാനപരമായ അവിടെ വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെയും എന്താണ് നീതി എന്നൊരു പ്രശ്നം കൂടി അവിടെ ബാക്കിയുണ്ട്. നീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നൊരു പ്രശ്നമുണ്ട്. സ്റ്റേറ്റ് ഒരു കില്ലറായിക്കൊണ്ട് ഒരാളുടെ ഒരു പൗരന്റെ ജീവൻ സ്റ്റേറ്റ് ഉറപ്പ് നൽകേണ്ട, അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സ്റ്റേറ്റ് ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് നീതി നിർവഹിക്കേണ്ടത് എന്ന് വരുന്നത് എത്രമാത്രം അഭികാമ്യമാണ്? ഇങ്ങനെ 100 കണക്കിന് ചോദ്യം വരുമ്പോൾ ദിനു എവിടെ നിൽക്കും? അഭിലാഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, ഒരുപക്ഷെ ഈ കേസിനകത്ത് മേൽക്കോടതികൾ എന്തെങ്കിലും രീതിയിലുള്ള ഇളവുകൾ നൽകി ജീവപര്യന്തമായി കുറയ്ക്കുകയാണെങ്കിൽ പൊതുസമൂഹം, സിവിൽ സൊസൈറ്റി യാതൊരു കാരണവശാലും നീതിപീഠത്തിനകത്ത്, ജസ്റ്റിസിനകത്തുള്ള വിശ്വാസം അവർക്ക് കുറഞ്ഞു പോകരുത്. കാരണം സന്തോഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന കേസിനകത്ത് കോടതി എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, ലൈഫ് ഇംപ്രിസ്മെന്റ് ഈസ് എ റൂൾ ആൻഡ് ഡെത്ത് പെനാൽറ്റി ഓർ ഡെത്ത് പണിഷ്മെന്റ് ഈസ് എൻ എക്സംഷൻ എന്ന് പറയുന്നുണ്ട്. ഈ എക്സംഷനകത്ത് ഈ കേസ് ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട മുതിർന്ന നീതിപീഠങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് നീതിപീഠത്തിലുള്ള വിശ്വാസം ഒരു രീതിയിലും കുറയേണ്ട ആവശ്യമില്ല. ഈ കേസിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റിയിൽ നിന്ന് അത് ലൈഫ് ഇംപ്രിസ്മെന്റിലേക്ക് മാറുന്നുണ്ടെങ്കിൽ. രണ്ടാമതായി, ഒരുപക്ഷെ ബന്ധങ്ങൾക്കകത്ത് ഷാരോൺ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം ഗ്രീഷ്മയുടെ പേര് വിളിച്ച് പറയുന്നത് ഏറ്റവും അടുത്ത മനുഷ്യരിൽ നിന്ന് ചതി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ, ഏറ്റവും അടുത്ത മനുഷ്യരിൽ നിന്ന് അതിക്രമം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു വാക്കുപോലും മിണ്ടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഗാർഹിക പീഡനങ്ങൾക്കകത്ത് ഇങ്ങനെയാണ്, ഏറ്റവും അടുത്ത മനുഷ്യരിൽ നിന്ന് റേപ്പ് നേരിടേണ്ടി വരുമ്പോൾ ഇങ്ങനെയാണ്, ഇതുപോലെയുള്ള ചതികൾ നേരിടേണ്ടി വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്ത മനുഷ്യനാണെങ്കിൽ പോലും നമ്മളോടൊരു അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ നിമിഷത്തിലെങ്കിലും അയാൾക്കെതിരെ പറയുവാനുള്ള ഒരു ഉറപ്പ് നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ കേസ് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ കേസിനോടനുബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും സ്ത്രീകളെല്ലാവരും തേച്ചു പോകുന്നവരാണ്, സ്ത്രീകളെല്ലാവരും ചതിക്കുന്ന ആളുകളാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൂടി വന്നിട്ടുണ്ട്. നോക്കൂ, തെറ്റ് ചെയ്തത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെങ്കിലും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നീതിയിൽ വിശ്വസിക്കുന്ന ഞാനടക്കമുള്ള ഓരോ മനുഷ്യനും പറഞ്ഞു പോകുന്നത്. തെറ്റിനകത്ത് ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും ആർക്കും ലഭിക്കേണ്ടതില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പ്രകാരം ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും തന്നെയില്ല. ഇവിടെ പോലീസിന്, ഈ കേസ് നന്നായി അന്വേഷിച്ച പോലീസിന്, പ്രോസിക്യൂഷന്, അതിനുവേണ്ടി നിരന്തരം വേദന കടിച്ചമർത്തി നിർത്തിയ കുടുംബാംഗങ്ങൾ, ഇവർക്കെല്ലാവർക്കും തന്നെ അവർ അഭിനന്ദാർഹമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയത് എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. തീർച്ചയായും. അവിടെ അഡ്വക്കേറ്റ് ഹസ്കർ, ഇനിയുള്ള നിയമ വഴികളെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. നമ്മുടെ നീതിന്യായ ചരിത്രം എടുത്താൽ പ്രമാദമായ പല കേസുകളിലും വിചാരണ കോടതി വിധികൾക്കപ്പുറമുള്ള വിധികളാണ് മേൽക്കോടതികളിൽ നിന്ന് വന്നിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ, ഏറ്റവും പ്രമാദമായിട്ടുള്ള കൊലക്കേസ്, രാഷ്ട്രീയ കൊലക്കേസായിരുന്നു KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലക്കേസ്, BJP നേതാവിൻ്റെ. ആ കൊലക്കേസിൽ പ്രതികൾക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. ആ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ആ ശിക്ഷ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഒരു പ്രതിയുടെ ശിക്ഷ
തടവായി കുറയ്ക്കുകയും ബാക്കിയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അന്ന് ആ ശിക്ഷ നടപ്പാക്കിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യാത്ത അല്ലെങ്കിൽ യഥാർത്ഥ കൊലയാളികൾ വേറെ ആളുകളായിരുന്നു, യഥാർത്ഥ കൊലയാളികൾ അല്ലാത്ത ആളുകളെ സ്റ്റേറ്റ് തൂക്കിക്കൊന്നേനെ എന്നൊരു സാഹചര്യം അവിടെ സംജാതമായേനെ. ഇവിടെ പക്ഷേ ഈ കുറ്റം ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറ്റവാളി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുമ്പിൽ മാത്രമല്ല, കുറ്റവാളി തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു നോൺ ഫാക്റ്റാണ്. ആ കൊലപാതകം എന്നുള്ളത് തെളിയിക്കാനുള്ള ആമ്പിൾ എവിഡൻസ് കൃത്യമായിട്ടുണ്ട്. അക്കാര്യത്തിൽ നമുക്കും ഒരു ബോധ്യക്കുറവില്ല. കുറ്റവാളി എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ ക്വാണ്ടം ഓഫ് സെന്റൻസിനെ കുറിച്ച് മാത്രമാണ് സംശയമുള്ളത്. അപ്പം നമ്മുടെ നീതിന്യായ ചരിത്രം എടുത്താൽ, നമ്മുടെ തന്നെ സമീപകാല ചരിത്രം എടുത്താൽ, വിചാരണ കോടതികളുടെ വിധി മുകളിലേക്ക് പോകുമ്പോൾ, സൗമ്യ കേസ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചു, ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ ഈ കേസിലും പ്രതീക്ഷിച്ചുകൂടെ? അല്ല, നിശ്ചയമായി ഞാൻ അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്. കാരണം ആ ഒരു സംശയവും ഇക്കാര്യത്തിലുണ്ട്. കാരണം നേരത്തെ സൗമ്യ കേസിലടക്കം കൊലപാതകവും അതുപോലെ തന്നെ ബലാത്സംഗവും ആരോപിച്ചുകൊണ്ടാണ് സൗമ്യ കേസിൽ സുപ്രീം കോടതിയിലെത്തുന്നത്. സ്വാഭാവികമായി സൗമ്യ കേസിൽ കൊലപാതകം ഒഴിവാക്കിയും ബലാത്സംഗം മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാക്ഷിമൊഴിയുടെ മാത്രം അഭാവത്തിൽ ആ കേസിനെ അന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ബെഞ്ച് അത്തരത്തിൽ കാണുകയും ചെയ്തു എന്നുള്ളതാണ് അന്ന് ആ കേസിൽ വന്നിട്ടുള്ള വിധിയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം. അതുപോലെ പലപ്പോഴും പല കേസിൽ, ആന്റണിയുടെ കേസിൽ തന്നെ സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചിരുന്നു എങ്കിൽ പോലും സുപ്രീം കോടതി ആ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യമാണ്. 3 പതിറ്റാണ്ടായി കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കാൻ കഴിയാതെ വന്നിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്നാൽ അത് നിയമത്തിൽ എപ്പോഴും നിയമം ഇത് പരിശോധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തീവ്രമായി സൂക്ഷ്മദർശിനികൾ വെച്ചിട്ട് ഓരോ സാഹചര്യത്തെയും ഓരോ എവിഡൻസിനെയും പരിശോധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ജീവൻ അവസാനിക്കുന്നു എന്നുള്ളതാണ് വധശിക്ഷ നൽകുമ്പോൾ അതൊരു പ്രതികാരാത്മകമായ ഒരു തീരുമാനം കൂടിയാണ് വധശിക്ഷ എന്നുള്ളത് കൊണ്ട് പലപ്പോഴും മുൻപ് വിധി എഴുതിയതിനു ശേഷം ജഡ്ജിമാർ തൻ്റെ പേനത്തുമ്പ് ഒടിച്ചു കളയുമായിരുന്നു എന്ന് ആപേക്ഷികമായി തന്നെ പലരും പറഞ്ഞു കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ പല ജഡ്ജിമാരും അങ്ങനെയൊന്നും ഒടിച്ചു കളയാറില്ല. മുമ്പ് അത്തരത്തിൽ ചെയ്യുമായിരുന്നു എന്ന് കേട്ടുകേൾവിയുടെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നുകൂടിയാണിത് പറയുന്നത്. കാരണം അത്തരത്തിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് കോടതികൾ പലപ്പോഴും ഒരു വധശിക്ഷ നൽകുമ്പോൾ കാണാറുള്ളത്. വധശിക്ഷ ഒരിക്കൽ പോലും ഒരു വ്യക്തിക്ക് നൽകാൻ പാടില്ല. അതിലും അധികമായിട്ടുള്ള ശിക്ഷാവിധികൾ നമുക്ക് നൽകാൻ നിയമത്തിൽ സാധ്യതയുണ്ട്. അത്തരത്തിൽ നിയമനിർമ്മാണ സഭകളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിൽ മാറി ചിന്തിക്കേണ്ട സാഹചര്യം കൂടി വരുന്നു. കാരണം വധശിക്ഷ കൊണ്ട് ഒരു പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഒരു സന്ദേശം നൽകാനാവില്ല. കാരണം സമൂഹത്തിന് നൽകുന്ന സന്ദേശമായിരിക്കണം ഏതൊരു ശിക്ഷയുടെയും കാതൽ എന്ന് പറയുന്നത്. നാളെ മറ്റൊരാളും ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ തയ്യാറാകുന്നതിനുള്ള അവസരം അല്ലെങ്കിൽ അതിന് പ്രചോദനമാകാതിരിക്കുന്ന തരത്തിലായിരിക്കണം നീതിബോധത്തോടുകൂടി ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കപ്പെടേണ്ടത്. അത്തരത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമേ നീതി നടപ്പിലാക്കുക മാത്രമല്ല, നീതി ലഭിച്ചു എന്ന് തോന്നൽ കൂടി സമൂഹത്തിനുണ്ടാവും. ഇത് സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. ഒരുപക്ഷെ അതിൽ മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ മാത്രമുള്ള ഒരു കുറ്റകൃത്യമായിട്ടല്ല കാണുന്നത്. ഇത് സമൂഹത്തിൽ ആകമാനമെതിരെയുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം വിശാലമായ കാഴ്ചപ്പാടിൽ ഇതിനെ കാണണം എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് കോടതികൾ സൂക്ഷ്മദർശിനിയോടുകൂടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മേൽക്കോടതികളിലേക്ക് ഈ കേസ് എത്തുമ്പോൾ ഇതിലെ തെളിവുകളിൽ നിന്ന് ഉള്ള സാഹചര്യങ്ങൾ, അതുകൊണ്ടാണ് പലപ്പോഴും സാഹചര്യ തെളിവുകൾ മാത്രം നിൽക്കുന്ന കേസുകളിൽ വധശിക്ഷ എത്രത്തോളം പ്രാബല്യത്തിലാവും. കാരണം അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ലഭിക്കുന്ന അസംഷൻസിൽ നിന്ന് ലഭിക്കുന്ന പ്രിസംഷൻസുമാണ് കോടതികൾ ഒരു സാഹചര്യത്തെ എടുക്കാറുള്ളത്. അപ്പോൾ ആ അസംഷൻ തെറ്റിപ്പോയാൽ നിശ്ചയമായും അതിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രിസംഷനും തെറ്റിപ്പോകും എന്നുള്ളതാണ് ഇടത്താണ് ഒരു സാഹചര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ ആ സാഹചര്യത്തിൻ്റെ വിശ്വാസ്യതയെ കോടതികൾ സൂക്ഷ്മതയോടെ കാണണം എന്ന്, ജാഗ്രതയോടെ കാണണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരമാവധി ശിക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ അപൂർവമായ സാഹചര്യത്തിലേക്ക് ഒരു സാഹചര്യ തെളിവുകളിൽ ഉള്ള കേസുകൾ പോകാൻ പാടില്ല എന്ന് നിയമലോകം ശഠിക്കുന്നതിൻ്റെ ഒരു കാരണം കൂടി അതാണ്. അതുകൊണ്ടാണ് ഇത് വളരെ സൂക്ഷ്മദർശിനിയോടുകൂടി കോടതികൾ പരിശോധിക്കും. തീർച്ചയായും എന്തായാലും മേൽക്കോടതികൾ സൂക്ഷ്മമായി അക്കാര്യം പരിശോധിക്കും. അഡ്വക്കേറ്റ് അജയ്കുമാർ ഷാരോണിന്റെ അയൽവാസിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം പൊതുപ്രവർത്തകനും ഈ കേസ് തുടക്കം മുതൽ ഈ കേസിന് വേണ്ടി നിന്ന ആളുമാണ്. അഡ്വക്കേറ്റ് അജയ്കുമാർ, ഇത് കൺവിക്ഷനിലേക്ക് എത്തിയെന്ന് മാത്രമല്ല വധശിക്ഷയിലേക്ക്, ഡെത്ത് പെനാൽറ്റിയിലേക്ക് എത്തി എന്നുള്ളത് ആശ്ചര്യകരമായി കാണുന്നുണ്ടോ? കാരണം ആദ്യഘട്ടങ്ങളിൽ ശ്രമകരമായിരുന്ന ഒരു കേസ്, അത് പോലീസ്
അന്വേഷിക്കുന്നു, കാര്യക്ഷമമായി അന്വേഷിക്കുന്നു, പ്രോസിക്യൂഷൻ ഗംഭീരമായി പ്രസന്റ് ചെയ്യുന്നു, ആ കേസ് വിജയിക്കുന്നു. ഇത് പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള വിധിയാണോ എന്ന് തോന്നുന്നു? പ്രതീക്ഷിച്ചക്ക് അപ്പുറത്തുള്ള വിധിയല്ല. ഷാരൂണിനെ സംബന്ധിച്ചും ഷാരൂണിൻ്റെ കുടുംബത്തിന് സംബന്ധിച്ചും ആ ഷാരൂണിൻ്റെ നഷ്ടമെന്ന് പറഞ്ഞ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ സമൂഹം ആകെ കൂടെ നിൽക്കുകയാണ്. പോലീസിന് ആദ്യം ഒരു ഘട്ടം എത്തിയപ്പോൾ തന്നെ ഈ കേസ് എങ്ങനെ കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഘട്ടത്തിൽ ഇത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കേസ് നടത്തുന്നതിന് വേണ്ടി പ്രതിഭാഗത്തിൻ്റെ ഒരു ഇടപെടൽ നടത്തിയത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. അത് കേരളത്തിൽ തന്നെ നടത്താൻ പറ്റുകയും കേരളത്തിലെ പോലീസിൻ്റെ ഇടപെടൽ സമയബന്ധിതമായി ഇടപെട്ടതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനുബന്ധമായി കിട്ടാവുന്ന എവിഡൻസ് എല്ലാം അത് ആ രീതിയിൽ കോർത്തിണക്കാനും കഴിഞ്ഞത് കേരളത്തിലെ പോലീസിൻ്റെ ഒരു കഴിവായി തന്നെയാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൂർണ്ണമായും പരിഗണിച്ചു എന്നാണ് വിധി പ്രസ്താവനയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൂക്കുകയറെന്നുള്ളത് അത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും നൽകുന്നതല്ല. പക്ഷേ ഇതൊരു സന്ദേശമാണ് എന്നുള്ള കാര്യം നമ്മൾ മാധ്യമപ്രവർത്തകർ കാണണം എന്നാണ് ഈ അവസരം സൂചിപ്പിക്കുന്നത്. ഒരു സന്ദേശമാണ്. ഒരു യുവാവിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു യുവതിയെ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രണയിച്ച് അല്ലെങ്കിൽ സ്നേഹം നടിച്ച് കൊണ്ടുപോയി ഇത്തരത്തിലൊരു നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വധിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്ന ഒരു പുതിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഒരു നല്ല സന്ദേശമാണ് ഈ തൂക്കുകയർ നൽകിയതിലൂടെ ഗിരീഷ് നൽകിയതെന്നാണ് ഈ സമൂഹം കാണുന്നത്. കേരളത്തിലെ പോലീസ് അതിൽ നല്ല ഇടപെടൽ നടത്തി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കുടുംബവും ഞങ്ങളുമൊക്കെ അതിൽ സംതൃപ്തരാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അല്ല, അന്വേഷണം കാര്യക്ഷമമായിരുന്നു, പ്രോസിക്യൂഷനും കാര്യക്ഷമമായിരുന്നു, അതുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടിയത്. പക്ഷേ പരമാവധി ശിക്ഷ എന്ന് പറയുമ്പോൾ വധശിക്ഷ എന്നുള്ളത് രാജ്യത്ത് വളരെ വളരെ അപൂർവമായി നടപ്പാക്കപ്പെടുന്ന ഒരു ശിക്ഷയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ കൊടുക്കാറ്. അങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകൾ തന്നെ വധശിക്ഷ നടപ്പാക്കപ്പെടുന്നത് തീർത്തും അപൂർവമാണ്. അപ്പൊ ഈ കേസിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത ഇനി 2 കോടതികൾ കൂടി മുകളിലുണ്ട്, അതിനുശേഷം ദയാഹർജിയുടെ ഓപ്ഷനുമുണ്ട്. അപ്പോൾ ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യതയെ എങ്ങനെയാണ് കാണുന്നത്? താങ്കളുടെ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട്. ഉണ്ട് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് 2 കടമ്പകളുണ്ട്. അത് വസ്തുതയാണ്. 2 കടമ്പകളല്ല, പിന്നെ രാഷ്ട്രപതിയുടെ അടുത്ത് പോകുമ്പോൾ പിന്നെ 3ാമത്തെ കടമ്പയും കൂടിയുണ്ട്. ആ 3 കടമ്പയും ഈ കാര്യത്തിൽ പോകണം എന്നുള്ളതാണ് ഞങ്ങളെ സമൂഹം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊരു റെയറസ്റ്റായ കേസാണ്. ഇത്തരത്തിൽ ഒരു സമൂഹത്തിൽ ഇങ്ങനൊരു സമീപനം ഒരു യുവാവോ യുവതിയോ സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ റെയറസ്റ്റായി നടന്ന ഒരു സമൂഹത്തിൽ നടന്ന ഒരു സന്ദേശമായി ഇതിനെ കാണാൻ ഇന്ത്യയിലെ പരമോന്നത കോടതികൾ, അത് രാഷ്ട്രപതി ഉൾപ്പെടെ അത് ആ രീതിയിൽ കാണും എന്നാണ് ഒരു പുതിയ സന്ദേശമായി. ഇനിയൊരു പുതിയ തലമുറയ്ക്ക് ഒരിക്കലും ഇതിനുള്ള ഒരു അവസരമായി കാണരുത്, അല്ലെങ്കിൽ അവർക്കൊരു ഇത്തരത്തിൽ സംഭവിക്കാം, ആരെയും സംഭവിപ്പിക്കാം എന്നൊരു അവസരത്തിലേക്ക് പോകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാട് കോടതിയുടെ ഭാഗത്തുകൂടെ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ പറഞ്ഞ കടമ്പകളൊക്കെ ധരണം ചെയ്ത് കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആദ്യഘട്ടത്തിലുണ്ടായ കടമ്പകൾ നമുക്കറിയാം. ആ കടമ്പകൾ പൂർത്തിയാക്കിയാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. സ്വാഭാവികമായും വരുന്ന കടമ്പകളൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കിട്ടും. ഈ റെയറസ്റ്റായിട്ടുള്ള ഈ വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് സമ്മാനിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ശ്രീ ദിനുവെയിൽ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങളോടുള്ള പ്രതികരണം നടത്തി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. സമൂഹത്തിൽ പ്രത്യേകിച്ച് പുതുതലമുറയിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സ്വാഭാവികമാണ്. അത്തരത്തിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിന്റെ ഭാഗമായി നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഒരു ഡിറ്ററന്റ് എഫക്റ്റ് ഉണ്ടാക്കുന്ന പണിഷ്മെന്റ് ആയിരിക്കും ഇത് എന്നുള്ളതാണ് വാദം. അതായത് ടോക്സിക് റിലേഷൻഷിപ്പുകൾ, അതിൽ നിന്ന് പുറത്തു കടക്കൽ, അല്ലെങ്കിൽ പ്രണയം നിരസിച്ചാൽ ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇത് റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പ്രണയം നിരസിച്ചതുകൊണ്ടുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള കൊലപാതകങ്ങൾ, ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് റയറസ്റ്റ് ഓഫ് റയർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒരു ഡിറ്ററൻസ് ആവും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ കരുതുന്നത് ഒരുപക്ഷെ പണിഷ്മെന്റുകളേക്കാൾ കൂടുതൽ പ്രിവെൻഷൻ എന്ന് പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത്. ടോക്സിക് ആയിട്ടുള്ള പ്രണയങ്ങൾക്കകത്ത് നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി
മനുഷ്യരെ ഇനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള റിഫോർമേഷൻ വളരെ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷനും കൺസെന്റിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം ബന്ധങ്ങൾക്കകത്ത് നിന്ന് പുറത്തു കിടക്കേണ്ട സമയത്ത് പുറത്തു കിടക്കാനുള്ള ഊർജവും ഇത് വയലേഷൻ ആണെന്ന് മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യർക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സമാനമായിട്ട് തന്നെയാണ് ഗാർഹിക പീഡനം അടക്കമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള നിയമസാക്ഷരതയുടെ ഒരു തുടർച്ച കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബെൽ ഹുക്സ് ഓൾ അബൌട്ട് ലവ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന്റെ പേരിൽ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന്റെ പേരിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ, പ്രണയത്തിന്റെ പേരിൽ ചതികൾ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്നും തന്നെ പ്രണയമല്ല, സ്നേഹമല്ല. എന്നാൽ അതെല്ലാം പ്രണയരാഹിത്യമാണ്, സ്നേഹരാഹിത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ശരി, അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ്, താക്കീത് കൊടുക്കാൻ കഴിയുമോ? അവിടെ അഡ്വക്കേറ്റ് ഭാസ്കർ, വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ തീർത്തും അപൂർവമല്ല കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് പ്രണയച്ചതിക്ക് എതിരെ സമൂഹത്തിനുള്ള ഒരു താക്കീത് എന്നുള്ള നിലയിൽ എത്രമാത്രം ഈ ശിക്ഷയെ കാണാൻ കഴിയും? വളരെ ചുരുക്കി. അഭിലാഷ്, ഇതിന് അങ്ങനെ ഒരു സന്ദേശം നൽകാൻ ഈ ശിക്ഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് അപര്യാപ്തം കൂടിയാണ്. കാരണം പ്രണയരാഹിത്യത്തെയോ അല്ലെങ്കിൽ പ്രണയത്തെ തുടർന്നുണ്ടായ ചതിക്കുടിയിൽപ്പെട്ടതിൽ നിന്ന് പുറത്തിയാടുന്നതിനോട് കൊലപാതകം നടത്തി എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലൊരു വധശിക്ഷ നൽകിയത് വഴി അത് ഇനി നാളെ മുതൽ പൊതുസമൂഹത്തിൽ ആരും ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടില്ല എന്ന അർത്ഥത്തിലൊരു ശിക്ഷാവിധിയായി ഇതിനെ കാണാനേ എനിക്കാവുന്നില്ല. അങ്ങനെ ഒരു സന്ദേശവും ഇത് നൽകുന്നില്ല. ഇതൊരു പക്ഷേ ജഡ്ജ്മെൻറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ് സേക്ക് എന്നു മാത്രം വരുന്ന തരത്തിലേക്ക് വലിയ തോതിൽ അധംപതിച്ചു പോയി എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണുന്നത്. സഞ്ജയ് റോയുടെ കേസ് ഇത് സമാനമായി നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യ ഒട്ടാകെ നിലവിളിച്ചതാണ്, ഇന്ത്യ ഒട്ടാകെ കാഹളം ഓതിയതാണ്. പക്ഷേ ആ വിധിയുടെ പവിത്രത പോലും ഈ വിധിക്കുണ്ടായില്ല. ഒരു പക്ഷേ നമ്മളടക്കം ആഗ്രഹിച്ചിരുന്നതാണ് ആ വിധിയിൽ ഒരു വധശിക്ഷ വരണമെന്ന്. പക്ഷേ സ്വന്തം അമ്മ പോലും നിരാകരിച്ചതാണ് ആ മകനെ കാണുന്നതിന്, ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ പോലും തയ്യാറാകാതിരുന്ന ഒരു അമ്മയുടെ സാന്നിധ്യം എന്നിട്ട് പോലും ആ കോടതിക്ക് നൽകാൻ കഴിഞ്ഞത് ജീവപര്യന്തം മാത്രമാണ്. തീർച്ചയായും പല വിമർശനങ്ങൾ വരും. ഒന്ന് സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ, ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താനുള്ള വിധി എന്ന വിമർശനം വരും. ഇത് ഒരു പ്രതികാരാത്മകമായ ശിക്ഷ എന്ന വിമർശനം വരും. അങ്ങനെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ, ജെൻഡർ ബയസാണെന്നുള്ള ആരോപണം വരും. അതൊക്കെ മേൽക്കോടതിയിലാണ് ഇനി തീർപ്പാക്കേണ്ടത് നിയമപരമായി. അതിനപ്പുറത്ത് കേരളത്തെ സംബന്ധിച്ച് ഇതൊരു മുന്നറിയിപ്പായി മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.